നമസ്തേ, മുഹൂർത്ത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുലാരാശിയില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തത്തിന്റെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിന്റെ കുറച്ച് ഭാഗവും കാൽഭാഗവുമാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ തുലാരാശിയിലേക്ക് കർക്കിടകത്തിലേക്ക് സൂര്യൻ വരുമ്പോ അവർക്ക് വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അവരെ 10ാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. 10ൽ സൂര്യൻ വന്ന ഏറ്റവും നല്ലൊരു ഭാവമാണ്. അപ്പൊ കർമ്മത്തിലാണെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കർക്കിടക മാസമാണ്, പുതിയൊരു തൊഴിൽ നമുക്ക് വരില്ല എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. കർക്കിടകത്തിൽ സൂര്യനോട് കൂടി വ്യാഴവും കൂടിയാണ് നിൽക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ലൊരു ഭാവമാണ് അവിടെ. അപ്പൊ കർമ്മം എപ്പോഴും ശ്രദ്ധിക്കുക. ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും പിന്നെ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. പിന്നെ കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ 10ാം ഭാവം ആണെങ്കിലും അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ കൂടുതൽ സംഭവിക്കാം. പിന്നെ ഇങ്ങനെ എഴുത്തുകുത്തുകൾ ഉണ്ടല്ലോ, അതിലുള്ള തെറ്റുകളാണ് കൂടുതൽ സംഭവിക്കുന്ന ഒരു സമയമൊക്കെയാണ്. അതൊക്കെ വളരെ സൂക്ഷിക്കണം. പക്ഷെ അതിലൂടെ നമുക്ക് ലാഭങ്ങൾ ധാരാളം കിട്ടും. സൂര്യൻ 10ൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ നിന്ന് വരുന്ന ചിലപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ചില ദോഷങ്ങളും നമുക്ക് സംഭവിക്കാം. പക്ഷെ ഇവിടെ ഞാൻ ദോഷത്തെ അധികം പറയാത്തത്, ഈ വർഷം നിങ്ങൾക്ക് ആ ഒരു കർക്കിടക മാസത്തില് സൂര്യനോട് കൂടി വ്യാഴം നിൽക്കുന്നുണ്ട്. അപ്പൊ അനുഗ്രഹ സ്ഥാനത്ത് വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് ദോഷത്തിനേക്കാളും കൂടുതൽ ഗുണഫലങ്ങൾ തന്നെയാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ദോഷത്തെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാതെ നമുക്ക് ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്ത് ലാഭസ്ഥാനം ഉണ്ടാക്കാൻ എന്താണ് ഒരു വഴി എന്ന് നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ തുലാരാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. പിന്നെ ഇവരുടെ പുതിയ ബിസിനസ്സിലെ എല്ലാ ബിസിനസ്സും ഒന്നും കൂടി ശ്രദ്ധിക്കുക. കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തിലൂടെയാണല്ലോ നമുക്ക് പൈസ വരുന്നത്. ബാധ്യതകൾ ഏൽക്കാതെ, ഇപ്പൊ കടം ധാരാളം വാങ്ങിയോണ്ടല്ല, കർമ്മത്തിൽ വളരെയധികം നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മാസം ഏറ്റവും നല്ല മാസത്തിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 6ലാണ് ഇവർക്ക് ശനീശ്വരൻ നിൽക്കുന്നത്. ശനി 6ൽ നിൽക്കുന്നത് നല്ലതാണ്. സൂര്യൻ 10ൽ നിന്നാൽ നമുക്ക് ഇപ്പോ ചിലവര് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ, നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പോഴേക്കും എനിക്കത് കിട്ടി എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈശ്വര പ്രാർത്ഥന വേണം, ദൈവാധീനം വേണം. അപ്പൊ അതിനൊക്കെ ആയിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, സൂര്യന് പറ്റത്തക്ക വഴിപാട് ചെയ്യാം, അപ്പൊ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോവാം. പിന്നെ നമ്മുടെ വീട്ടില് കുറച്ച് നന്നായിട്ട് സൂര്യന് മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സൂര്യൻ നാരായണന്റെ മന്ത്രങ്ങളൊന്നും പറയണ്ട, എല്ലാവർക്കും മന്ത്രം ജപിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നവഗ്രഹങ്ങളുടെ മന്ത്രം പറയാലോ, നവഗ്രഹ സ്വസ്ത്രങ്ങൾ ചൊല്ലുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ മാറ്റങ്ങൾ ഈ ഒരു മാസം തന്നെ നമുക്ക് സാധിക്കും. അതും കർമ്മത്തിലൂടെ ധനം നന്നായിട്ട് നമുക്ക് വരാനായിട്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ധാരാളം അനുഗ്രഹ സ്ഥാനത്തേക്ക് വ്യാഴവും സൂര്യനും കൂടി ഒന്നിച്ച് നിൽക്കുന്ന ഒരു മാസമാണ്. അപ്പൊ ഈ ഒരു രാശിക്കാര് ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്താൽ ഏറ്റവും നല്ല ഭാവത്തിലേക്ക് ഈ ഒരു മാസം കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും.